ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാലേ ഉമ്മ കൊറേ ഇപ്പൊ ഒരു 3 വർഷമായില്ലേ നമ്മൾ യൂട്യൂബ് തുടങ്ങിയിട്ട്. ആ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടോ. അതിൽ ഉമ്മക്ക് ഒരുപാട് സന്തോഷങ്ങളായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് കേട്ടോ പറയണത്. മക്കളെ, എനിക്ക് യൂട്യൂബ് പറയുന്ന സംഭവം തന്നെ എന്താണെന്ന് എനിക്കറിയില്ല. അത് എൻ്റെ അടുത്ത് ഒരു ചെറിയ ഫോണായിരുന്നു. നമ്മൾ കച്ചവടത്തേക്കൊക്കെ പോകുമ്പോൾ വിളിച്ചാൽ സംസാരിക്കാൻ പറ്റണ മാത്രം ഫോണായിരുന്നു. അപ്പം നമ്മൾ ഈ കച്ചവടത്ത് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ കുറച്ച് നേരം ഇങ്ങനെ വർത്താനം പറയും ചില താത്താരോട്. അവരെനിക്ക് ചില ഫോണിൽ ചില കാര്യങ്ങളൊക്കെ വീഡിയോ പോലെ കാണിച്ചു തരും, സിനിമ പോലെ. അത് യൂട്യൂബാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവരോട് ചോദിച്ചിട്ടുമില്ല. ഞാൻ ഈ കാലൊടിഞ്ഞ് കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഇടത് കാലാണ് ഒടിഞ്ഞത്. അന്ന് വലത് കാല് ഒടിഞ്ഞ് കിടന്ന്. ഈ വലത് കാല് ഒടിഞ്ഞ് കിടക്കുമ്പോൾ ഇവൻ തന്നെ എനിക്ക് ഈ ഫോണിൽ ഓരോന്നിങ്ങനെ വീഡിയോ പോലെ കാണിച്ചു തരും. പിന്നെ ചില താത്തമാരും കാണിച്ചു തരാറുണ്ട്. അതാണ് യൂട്യൂബ് എന്ന് ഇവൻ പറഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞങ്ങൾ ശരിക്കും യൂട്യൂബ് എന്താണെന്ന് അറിഞ്ഞത് തന്നെ ഞങ്ങൾ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷമാണ്. പക്ഷെ അതിന് ശേഷം നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യങ്ങളാണ്. എവിടെ പോയാലും നമ്മളറിയാത്തവരും അവരറിയും. അപ്പോഴൊക്കെ അവർ വന്ന് താത്ത നിങ്ങൾ യൂട്യൂബിലുള്ള താത്തയല്ലേ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ഹാപ്പി ആയിരിക്കും, ഒരു സന്തോഷം. നമ്മൾ അറിയണ്ടല്ലോ ഇവരെന്നുള്ള അങ്ങനെ ഒരു വലിയ ഒരു സന്തോഷം ഉള്ള ഒരു സമയങ്ങളാണ് ഈ യൂട്യൂബിൻ്റെ സംഭവം എന്ന് പറയുന്നത്. പിന്നെ ഈ സന്തോഷത്തിൻ്റെ ഇടയിൽ മക്കളെ നല്ല സങ്കടമുള്ള കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമ്മളെ യൂട്യൂബൊക്കെ കണ്ടിട്ട് ഓരോരുത്തർ ഓരോരോ ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ട് സഹായങ്ങളൊക്കെ ചോദിക്കും, ഈ വയ്യാത്തവരുടെ. അതൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. യൂട്യൂബിൽ ഞങ്ങൾക്ക് വലിയ വരുമാനം കിട്ടാനൊന്നും തുടങ്ങിയിട്ടില്ല. പിന്നെ യൂട്യൂബ് എടുത്തതിന് ശേഷം എൻ്റെ മോനും പണിക്ക് പോകും. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു പോണത്. അങ്ങനെ ഇങ്ങനെയൊക്കെ ജീവിക്കുമ്പോൾ എങ്ങനെ അവരെ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കാനുള്ള മനസ്സ് നല്ലതുപോലെ ഉണ്ട്. പക്ഷെ ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ സഹായിക്കാൻ പറ്റുക? അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ. ചില ആൾക്കാർ ഇങ്ങനെ മറ്റേ എന്താ പറയുക, കൈയൊക്കെ ഇങ്ങനെ ക്യാൻസർ വന്നിട്ടൊക്കെ നമുക്കിത് കാണാന്നല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് കയ്യിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാനുള്ള ഒരു കഴിവൊന്നും നമുക്കില്ല സത്യം പറഞ്ഞാൽ. പിന്നെ 100 രൂപ കൊടുത്താലൊന്നും പോരല്ലോ മക്കളെ. ചില കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ പിന്നെ റിപ്പൊക്കെ കയറ്റി കിടത്തിയിരിക്കണതൊക്കെ ഫോട്ടോ വിട്ടിട്ട് ചിലര് ഫോർവേഡ് ചെയ്യണ കേട്ടോ. ചിലര് ഇതായിട്ട് അവരെന്നെ അയക്കണതും ഉണ്ട്, ചിലര് ഫോർവേഡ് ചെയ്യണതും ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അത് കാണുമ്പോൾ മാത്രമല്ല നമുക്ക് പടച്ചനെ നമുക്ക് അവരെ സഹായിക്കാനും പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വലിയ സങ്കടമുള്ള ഒരു കാര്യമാണത്. പിന്നെ ഉമ്മയുടെ കമന്റിലൊക്കെ കുറേ ആൾക്കാർ നല്ലതൊക്കെ പറയും. അതൊക്കെ ഞാൻ പണ്ടൊക്കെ വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ചിലതൊക്കെ പറയുന്നല്ലാതെ പണ്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു ഇല്ലമ്മ നമ്മള്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ മക്കളെ ഭയങ്കര സന്തോഷമാണ്. ഓരോരോ ഈ കമന്റിൽ ഓരോരുത്തരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ വിടുന്നതും ഒരു ഹാപ്പി പറയണതും അതൊക്കെ എന്നെ പുറത്തവരെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം എന്നെ ആരും അറിയില്ലായിരുന്നു, ഇപ്പം എല്ലാവരും എന്നെ അറിയും. എവിടെ പോയാലും ഞാനൊരു ഒരാളെങ്കിലും അറിയും. അതിലും എനിക്ക് എല്ലാവരോടും ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഉമ്മാക്കളെ യൂട്യൂബ് തുടങ്ങിയ ശേഷമുള്ള സന്തോഷങ്ങൾ കേട്ടോ. അതെ, സന്തോഷങ്ങളും സങ്കടവും. ഈ സങ്കടം ഓരോരുത്തരിങ്ങനെ പറയുമ്പോൾ അവർക്ക് സങ്കടം മാറ്റാൻ ഇപ്പോഴും ഞാൻ പടച്ചവനോട് ദ്വാരക്കുന്നുണ്ട്. എനിക്ക് അതിന് മാത്രമേ എന്തെങ്കിലും തരണം, അവരെ സഹായിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്.